നമസ്കാരം, ടെസ ചാറിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ കുട്ടി വ്ലോഗാണ് കേട്ടോ. നമ്മൾ ടൈറ്റാനിക് എക്സിബിഷൻ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടാണ് പോയത്. ഒരു അഡൽറ്റിന് 100 രൂപയാണ് എൻട്രി ഫീസായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റാനിക് കപ്പൽ അതേപോലെ ഏകദേശം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കപ്പലിനകത്താണ് നമ്മൾ മൂവിയിൽ കാണുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടൈറ്റാനിക് മൂവിയിൽ നമ്മൾ ആ ഒരു ടൈറ്റാനിക് ഷിപ്പിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ കാണുന്നത് അതൊക്കെ ഏകദേശം അതേ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ടൈറ്റാനിക് മൂവി ഭയങ്കര ഇഷ്ടമാണ്. ഹോളിവുഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അത് ടൈറ്റാനിക് തന്നെയാണ്. കാരണം എനിക്ക് പേഴ്സണലി ആ മൂവി ഭയങ്കര ഇഷ്ടമാണ്. എത്ര തവണ വേണമെങ്കിലും ഇനിയും കാണും. അപ്പോൾ നമ്മൾ ആ ഒരു മൂവിയിൽ നമ്മളെ ജാക്കും റോസും ഒക്കെ ഓരോ ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഏരിയാസ് കാര്യങ്ങളൊക്കെ അതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി പോകുമ്പോഴും ആ ഒരു മൂവിയിലെ ഡയലോഗ് കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത്. അവർ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന സ്ഥലവും അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു ഫെസ്റ്റിനകത്ത് കയറി നമ്മൾ ആ ഒരു ഫെസ്റ്റിൻ്റെ എൻഡ് ചെയ്യുന്നവരെയും ടൈറ്റാനിക് മൂവിയിലെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്സും പിന്നെ എല്ലാവർക്കും അറിയാലോ എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ്ങും, അത് ആക്ച്വലി ടൈറ്റാനിക് മൂവിയിലെ സോങ് അല്ല, പക്ഷേ നമ്മൾ കൂടുതൽ പേരും ടൈറ്റാനിക്കുമായിട്ട് ആ ഒരു സോങ് റിലേറ്റ് ചെയ്യും. അതിൻ്റെ ആ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഏകദേശം സൂപ്പറാണ്. പിന്നെ 100 രൂപയ്ക്ക് വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല വേർത്തായിരുന്നു. കാരണം എനിക്ക് ആ മൂവി ഭയങ്കര ഇഷ്ടമാണ്. ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു മൂവി അത്ര ഇഷ്ടമല്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ആ ഒരു മൂവി, ഞാൻ സത്യം പറഞ്ഞാൽ ആ മൂവിയിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അല്ലാത്തവർക്ക് ചിലപ്പം ഈ ഒരു ഫെസ്റ്റ് വേർത്തായിട്ട് തോന്നണമെന്നില്ല. പിന്നെ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സിബിഷന് വരിക. കാരണം അങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു എക്സിബിഷൻ നല്ലതുപോലെ ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ആ ഒരു മൂവിയിലെ ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു സ്റ്റാച്ചു പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസും റീൽസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. കാരണം നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു റോസ് ഏജ്ഡ് ആയിട്ടുള്ള സമയത്തുള്ള ഒരു ചെറിയ സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ജാക്കും റോസും കൂടെ റോസിൻ്റെ റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു മൂവിയിലുള്ള ഏകദേശമുള്ള കുറച്ച് സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു എക്സിബിഷനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അപ്പോൾ ഓവറോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെമ്മറബിൾ ഡേ ആയിട്ടാണ് തോന്നിയത്. പിന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഷിപ്പിൻ്റെ അവശിഷ്ട ഭാഗങ്ങൾ കടലിൻ്റെ അടിയിലുള്ള, അതായത് നമ്മൾ ആ ഒരു മൂവിയിലെ തുടക്കത്തിൽ കാണുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള നെക്ലേസും അവിടെ ഉണ്ടായിരുന്നു. അതായത് ഹാർട്ട് ഓഫ് ഓഷൻ എന്ന് പറഞ്ഞിട്ട് റോസിന് കൊടുക്കുന്ന ആ ഒരു നെക്ലേസും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഷിപ്പ് മഞ്ഞിലേക്ക് ഇടിച്ച് റോസും ജാക്കിൻ്റെ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റ്, അതായത് ജാക്ക് ഫ്രീസായി പോകുന്ന ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റ്, ആ മൂവി കാണുന്നവർക്ക് ഈ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എനിക്ക് അതേപോലെയൊക്കെ മനസ്സിലൂടെ കടന്നുപോയി. ആ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ലാസ്റ്റിലേക്ക് പോകുമ്പോൾ പോപ്കോൺ ക്യാൻഡി അങ്ങനെയൊക്കെയാണ്. പിന്നെ സാധാരണ ആസ് യൂഷ്വൽ നമ്മളെ ഫെസ്റ്റിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് എൻഡ് കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.